ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഇതാ ഇവിടെ ഒരു 5 മാമ്പഴം, നല്ല പഴുത്ത മണമുള്ള മാമ്പഴം എടുത്ത് വച്ചിരിക്കുകയാണ്. ആദ്യം ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കണം. കത്തിയൊന്നും ആവശ്യമില്ല, വെറുതെ കൈ കൊണ്ടങ്ങനെ എളുപ്പത്തിലെടുക്കാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് പഴുത്ത പഴമാണിത്. ഇത് പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയുള്ളൊരു മാമ്പഴമാണിത്. മാങ്ങ തോലിളക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിക്ക് ആവശ്യമായ ഉപ്പ്, വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കണ്ട. ഏകദേശം ഒരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിപ്പോൾ ഇതിനാവശ്യമായിട്ടൊരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 2-3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. 2 പച്ചമുളക് ആൾറെഡി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ജീരകം, തേങ്ങ, ചെറിയ തവി കൊണ്ട് 3 തവി തേങ്ങ. ഇപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ആവശ്യമായ കേർഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 തവിയാണ് എടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്തോളാം. മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാങ്ങ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് തൈരിനാണ് ഞാൻ ഈ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുള്ളൂ. പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ചുകൂടെ തൈരും വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ ഇത് എല്ലാവർക്കും കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം, ചോറിലിങ്ങനെ ഒഴിച്ച് കഴിക്കാനായിട്ട്. ഓവറായിട്ട് തിക്കായിട്ട് കഴിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അത് കാരണം ഞാൻ കുറച്ചതിനെ ഡൈല്യൂട്ടാക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരി ഒട്ടും തിളച്ചങ്ങനെ പൊങ്ങി വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. നമുക്കിപ്പോൾ ഇതിൽ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി കരിപ്പട്ടിയല്ല, ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഇടാം. ചെറിയൊരു പീസ് ശർക്കര ഇടാണ്. അത് ഈ പുളിപ്പും മധുരവും എരിവും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നന്നായിരിക്കും. ഇപ്പം ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് താളിച്ചൊഴിക്കണം. ഇപ്പോൾ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ ഉലുവ, കറിവേപ്പില ഇടാം. ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, കളറിന് വേണ്ടി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് തരണേ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.